ഇപ്പോൾ ഉള്ളത് നെല്ലൂർ ദർഗയിലാണ്, ആന്ധ്രാപ്രദേശിലെ. ഇവിടെ വന്നപ്പോൾ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉറൂസ് നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ജനലക്ഷങ്ങൾ ഇവിടെ വരും എന്നറിഞ്ഞ്, പിന്നെ ഏകദേശം 25,000-ഓളം സ്റ്റാൾ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞിട്ടാണ്, കച്ചവട സ്റ്റാളുകൾ. അപ്പോൾ നമുക്കും നമ്മുടെ യാത്രയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാനിങ്, അതായത് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടാണ്. യാത്ര തുടങ്ങണം എന്നുള്ള പ്ലാനിങ് ഒരുപാട് കാലമായിട്ട് മനസ്സിലുള്ളതാണ് കേട്ടോ. അതിനു വേണ്ടി ഒരുപാട് ഫണ്ടൊക്കെ നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കും. പക്ഷേ അത് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പല രൂപത്തിലും വേറെ ചിലവുകൾ വരുമ്പോൾ അതിലേക്ക് പോകും കേട്ടോ. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയതായിരുന്നു ഒരു കുബൂസ് കമ്പനിയിൽ പാർട്ണർഷിപ്പ്, നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെയുള്ള കമ്പനിയിൽ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ നമ്മൾ ഡെയിലി കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ യാത്ര കാറിലായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസ് കൂടുതലാവുന്നുണ്ട് കേട്ടോ. ഞാനൊരു 300 രൂപ എണ്ണയും ഒരു 200 രൂപ ചിലവും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അതിലും കൂടുതൽ എക്സ്പെൻസ് വന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്തതാണ്, യാത്രയിൽ എന്ത് തന്നെ വന്നാലും നമ്മൾ ഫണ്ട് കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നേ അങ്ങനെ പല ഏരിയയിൽ നിന്ന് ഞങ്ങൾ ഓരോന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ചെയ്യാൻ നിന്നില്ല. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ലോങ് പോകാൻ പറ്റില്ല, കാരണം റിട്ടേൺ നെല്ലൂർ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്കുള്ള വണ്ടി കയറണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാനുള്ള പ്ലാനിങ്ങാണ്, ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ട്. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ വന്ന ഒരു ആശയം, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നേ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു ആശയം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്ന വീഡിയോസ് വരും കേട്ടോ. അതായത് ഫണ്ട് ഇല്ല എന്നുള്ള പ്രശ്നത്താൽ ആരും യാത്ര ചെയ്യാതിരിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ ബിസിനസ്സും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ്സാണ്, അതായത് ഓരോ ഏരിയക്കും അനുസരിച്ച് ബിസിനസ്സുകൾ ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് നമ്മൾ യാത്ര മുന്നോട്ട് പോവുക. അത് കാണിച്ചു തരുന്നതിൽ നമുക്ക് ചെറിയൊരു വരുമാനം വേണം നമ്മൾ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഞങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടി ആവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണാട് ദർഗൻ്റെ ഈ ഒരു ലാസ്റ്റ് 10ാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാളുകൾ പെട്ടെന്ന് ഒഴിവാക്കൊന്നുമില്ല, ഒരു 10 ദിവസം കൂടെയൊക്കെ ഉണ്ടാവും. കാരണം അത്രയും ദിവസം ഉണ്ടായ സ്റ്റാളുകളും അത്രയും ദിവസത്തെ ആളുകളെ വരവൊക്കെ ഇനിയും ഒരു 10 ദിവസം കൂടെ തുടരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളിവിടെ നിന്നാണ് കച്ചവടം ചാലു ചെയ്യും. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിട്ടാണ്. അങ്ങനെ ഞാൻ കച്ചവടം ചാലുവാക്കിയിട്ട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ അവിടെ കച്ചവടം ചെയ്യുന്ന വേറൊരു ബായി വണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു കയറ്റം കിട്ടി. ആ കയറ്റത്തിൽ നിന്ന് ഉന്താൻ കുറച്ച് പ്രയാസം കിട്ടും. അപ്പോൾ ഞാൻ കൈ വെച്ച് സഹായിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടാണ് അവിടെ മൊത്തത്തിൽ നടന്നിരുന്നത്. ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെയാണ്. നമ്മളൊക്കെ കച്ചവടം കാര്യങ്ങളൊക്കെ കണ്ടില്ല, അതേപോലെ കട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കടകളുണ്ട് കേട്ടോ, കടകളും ജനങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 4 മണിയോട് കൂടി ഈ കണ്ട ജനാവലിയാണ് ഇവിടെ. എങ്ങനെ ഫണ്ട് കണ്ടെത്തലെന്നൊക്കെ ചോദിക്കലില്ല, എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തിക്കണമെന്നൊക്കെ ഒരിക്കലുള്ള മറുപടി കേട്ടോ. കുറച്ചൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നു, തേയില കൂടുതലെന്ന് കണ്ടപ്പോൾ ഇറങ്ങി. നമുക്ക് പിന്നെ എവിടെ കൊണ്ടുപോയിട്ടാലും ജീവിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഉള്ളത്, ഇരു സൈഡുകളിലും. ഇത് മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഒരു ലോകമാണിത്. ഒരു 4 മണിയോട് കൂടി തിരക്കിന് തുടങ്ങിക്കഴിഞ്ഞാൽ 12 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമ്മളെ കോഴിക്കോട് ബീച്ചിനൊക്കെ ഒരു പ്രതിനിധി കേട്ടോ. ₹20. ഈ ഒരു സാധനം ഉണ്ടാക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. ഉണ്ടാക്കാണി എന്തോ ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട്, പിന്നെ അത് കളറായിട്ട് വരുന്നത്. പിന്നീട് അത് നേരെ കവർക്കാക്കിട്ടാ. ബായി അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷിട്ടോ ബായിക്ക്. അങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ആ സെൻറ്ററിലുള്ള കറങ്ങണ സാധനം അതാ, അതിൽ പഞ്ചസാര ഇട്ടിട്ട് 1-2 ഫ്ലേവർ ആഡ് ചെയ്തിട്ട് പഞ്ചസാര അതിലിടും. പിന്നെ ആ കറങ്ങണ പോയിസ് കൊണ്ടാണ് ഇതിങ്ങനെ ആവണമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചുറ്റിൽ നടക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ, ഓരോ സാധനങ്ങളും വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിത് നടന്ന കച്ചവടം ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഏരിയയ്ക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ യന്ത്രൂഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ, ബോംബെ സർക്കസ് എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലത്തെ ഒരു ഏരിയക്കാട്ടെ നമ്മൾ എത്തിയത്. ഒരുപാട് ആൾക്കാരാണ് വന്നിട്ടുള്ളതെന്നാണ്. പട്ടാളക്കാരെ വണ്ടി 12 മണി വരെ ഈ തിരക്കുണ്ടാവും കേട്ടോ. 4 മണിക്കാണ് തുടങ്ങുക. നമ്മളെ കച്ചവടം പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും തീരണം. ഫ്രൂട്ട്സും കച്ചവടമല്ലേ, കട്ട് ഫ്രൂട്ട്സിൻ്റെ. ഈ നേരം ആകുമ്പോഴത്തേനും നമ്മളത് നിർത്തും കേട്ടോ. അങ്ങനെ മോനൂസിനെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. അപ്പോൾ കണ്ടതാണ് ഇപ്പുറത്ത് നല്ലൊരു ബാഗ് കട. കേട്ടോ കണി, ഇവിടെ ചെരുപ്പ് കട.
എല്ലാ ബാഗിനും റേറ്റ് കുറവാണ്, 200 300 മാത്രം. ഇവിടെ ചെരുപ്പിൻ്റെ ഒരു ലോകട്ടാ. ഇവിടെ നോക്കുമ്പോൾ 150 100 150 100 ഇങ്ങനെയായിട്ട് റേറ്റ് വരുന്നത്. ഇവിടെ നിന്നായിട്ട് ചെരുപ്പ് വാങ്ങണം. 250 ഉറുപ്പ്യക്ക് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷൂകളൊക്കെ 200 250 300 ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ കാണുന്ന ലോകം മൊത്തം നിന്നിട്ട് ഇവിടെ കേട്ടോ കുട്ടികളുടെ ചെരുപ്പുള്ളത്. മോനൂസിനാണ് ചെരുപ്പ് മേടിക്കണേ. മോനൂസിൻ്റെ ചെരുപ്പിൻ്റെ കഥ ഭയങ്കര കഥയാണ്. ഓനക്ക് 3-4 കൂട്ടി നമ്മൾ ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവൻ കുറുമ്പ് വരുമ്പോൾ അവിടെ ഊരിടും, നമ്മൾ ശ്രദ്ധയിൽ പെടില്ല, അങ്ങനെ അത് നഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ചെരുപ്പ് കുറച്ച് ദിവസത്തിന് ഓൻ അത് മനസ്സിലാക്കട്ടെ വിചാരിച്ചിട്ട് മേടിച്ചു കൊടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിക്കണേ. ഇതുപോലെ 2 കളറായിട്ട് കിട്ടുന്നതേ കുറേ മേടിക്കാൻ വിചാരിക്കണം, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞതില്ലേ ബോംബെ സർക്കസ് ഇങ്ങനെയൊക്കെയുള്ള സർക്കസുകൾ വരുന്ന ഏരിയയിൽ കാണുന്ന ഒരു ഏരിയ ഉണ്ടെന്ന്, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കണ്ടതാട്ടോ, ഒരു ചെറിയ കുരങ്ങൻ്റെ കുട്ടീനെ വെച്ചിക്കാണ്ട് പോലും ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി, കാരണം ഇത് കാണാനും പറ്റില്ല, ഇങ്ങനൊട്ടും ചെയ്യൂല. ഭയങ്കര സങ്കടമായിട്ടത് കണ്ടപ്പോൾ. കണ്ടത് ചിത്രീകരിച്ചു എന്ന് മാത്രം. പല ആളുകളും അതിനെ പലതും കൊടുക്കുന്നുണ്ട്, അത് സന്തോഷത്തോടു കൂടി മേടിക്കണമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിനാട് ടൗണിലേക്ക് വന്നിട്ടോ ഒരു ടേബിൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഓണർമാരാണ് പോലെ രണ്ടാളും. നമുക്ക് വിഷ്ണു നാം മണിയാ. ഇവല് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടാ. ഞാൻ 800 വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ 1800 ആയിരുന്നു. 1500 നമുക്ക് ടേബിൾ കാര്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ ഉണ്ട് സാധനം. ഞാൻ ഇന്നലെ വന്നിട്ട് വില ചോദിച്ച് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവര് 800 എന്ന് പറഞ്ഞ്, പക്ഷേ 1000 പറഞ്ഞത് എൻ്റെ മൈൻഡിലേക്ക് വന്നില്ല കേട്ടോ. അങ്ങനെ ആ 800 കൊണ്ട് വന്നപ്പോൾ ഇവർ പറഞ്ഞാൽ 1800 ആണെന്ന്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ അവർ നമുക്ക് 1500 ചെയ്ത് തന്നിട്ടാ. ഒരു പരിചയവുമില്ല, ആദ്യമായിട്ട് വന്ന് പരിചയപ്പെട്ട ഞങ്ങളോട് ഇവർക്ക് ഭയങ്കര സ്നേഹട്ടാ. അങ്ങനെ മോനീസിന് അവരുടെ കയ്യിലുള്ള ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത്. നമ്മുടെ വീഡിയോ ചിത്രീകരണത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അതാണ് നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കേട്ടോ.